Hi all, Assalamualaikum. Welcome back to my channel. അപ്പം ഇന്നെന്തായാലും രാവിലെ തന്നെ നെയിൽക്കോണിൻ്റെ പരിപാടിയായിട്ടാണ് കേട്ടോ ഇറങ്ങിന്. അപ്പോൾ എന്തായാലും വീക്ക്ലി വൺസ് ഈ ഓർഡേഴ്സെല്ലാം മേക്ക് ചെയ്യാനും ഷിപ്പ് ചെയ്യാനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്നെന്തായാലും നിങ്ങൾക്ക് ഞാൻ വിചാരിച്ചു കുറച്ച് എമൗണ്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പം ഞാൻ നോർമലി ഗ്യാസിലല്ല കേട്ടോ ചെയ്യുക, പുറത്താ ചെയ്യുക. ഈ ഒരു പാത്രം ഞാൻ മുമ്പ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതുണ്ടായതുകൊണ്ട് ഞാൻ ഗ്യാസിൽ വെച്ച് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളതൊരു 1/2 kg എൻ്റെ നെയിൽക്കോണിൻ്റെ മിക്സിംഗ് ആണ് കേട്ടോ. അപ്പം ആ ഒരു 1/2 kg നമുക്ക് 4 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കാം. ആ ഒരു ലെവലിൽ മാത്രമേ നമ്മളെപ്പോഴും ഈ ഒരു പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റൂ കേട്ടോ. ഒരുപാട് കുമിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു തരത്തിലും നിങ്ങൾക്ക് ലിക്വിഡ് അധികം കിട്ടൂല. അപ്പോൾ കുറച്ച് എമൗണ്ട് ഇട്ടിട്ട് റെഡിയാക്കി എടുക്കാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പം 1/2 kg 4 പ്രാവശ്യമായിട്ട് ഇടുന്ന രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ, 1 kg 8 പ്രാവശ്യമായിട്ട് ഇടുന്ന രീതിയിൽ. കുറച്ചധികം വലിപ്പമുള്ള പാത്രമാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ടിന്നിലാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ മാത്രമേ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് ഒരു ഗ്ലാസ് ഞാൻ കാമിച്ച് സെൻറ്ററിൽ വെച്ചിട്ടുണ്ട്, പൗഡർ ചുറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലുള്ള പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇനി മുകൾ ഭാഗത്ത് കവർ ചെയ്യാൻ വേണ്ടിക്ക് വെക്കുന്നത് ഇതാ ഇങ്ങനെ ഒരു കുണ്ട ഷേപ്പുള്ള ഒരു ഇതാണ് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ സെൻറ്ററിലേക്ക് വന്നിട്ട് ആ പാത്രത്തിൽ കറക്റ്റ് ഇട്ടിക്കോളും. ഇങ്ങനൊരു ഷേപ്പുള്ള പാത്രം വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ രീതിയിലേക്ക് സ്റ്റീം എന്തായാലും പുറത്ത് പോകട്ടാ. പുറത്ത് പോകാണ്ട് എത്തിക്കണം എന്ന് പറയുന്നതെല്ലാം കുറച്ച് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതെന്തായാലും ഇങ്ങനെ പോകുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. കൂടുതൽ പോകാണ്ടിരുന്നാൽ മതി. അത് നമ്മൾ സ്റ്റീം ഉള്ളിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് ലിക്വിഡ് കിട്ടുക. ഇതൊക്കെ നോർമലാണ് കേട്ടോ, ഇത്രയെങ്കിലും പോകാണ്ട് നിൽക്കില്ല. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിലേക്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മഴ പെയ്യുന്നു എന്നുള്ള പ്രോസസ്സല്ലേ, അതിൽ ഈ ഒരു രീതിയിൽ അതേ മെത്തേഡിലാണ് കേട്ടോ ഇതുകൂടെ നടക്കുന്നത്. അതിനിടയിൽ ഉച്ചത്തേക്കുള്ള ഫുഡും കാര്യങ്ങളെല്ലാം റെഡി ആകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 11 മണി സമയമാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളെ വെള്ളം അത്യാവശ്യം നല്ല ചൂട് വന്നിട്ടുണ്ട്. ഈ ചൂട് വന്ന സമയത്ത് ഏകദേശം ഒരു 8 മിനിറ്റ് നമുക്കിത് വെക്കണം കേട്ടോ. അതിന് ശേഷം ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. ആ ഒരു 8 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ആ തണുത്ത വെള്ളമൊക്കെ തണിഞ്ഞ് ആ കുമിളകൾ വെള്ളത്തിൽ വരാനും വേണ്ടിക്ക് തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്കതെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇതാ ഇത്രയും ലിക്വിഡ് ആ ഒരു എമൗണ്ടിലുള്ള പൗഡർ തന്നെ നമുക്ക് കിട്ടും. ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, ഇതെങ്ങനെയാണ് ഇത്ര എമൗണ്ടിൽ നിങ്ങൾക്ക് ലിക്വിഡ് കിട്ടുന്നത് എന്നല്ല ഉള്ളത്. അപ്പം ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടൊന്ന് ചെയ്ത് നോക്ക് കേട്ടോ. അപ്പം ഞാൻ ആ ലിക്വിഡ് അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്, വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഒരു സംഭവം ഒന്ന് ക്ലീനാക്കി എടുക്കലാണ്. പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കുന്ന സമയം തന്നെ ആ ഒരു കരി പോലായിട്ട് വന്ന സാധനങ്ങളെല്ലാം അങ്ങ് പോകും കേട്ടോ. പിന്നെയും ഒന്നുകൂടെ നമുക്ക് സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ നമുക്ക് ഇത്രയും ലിക്വിഡ് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ ഞാൻ ആ ടിന്നൊന്ന് പുറത്ത് കൊണ്ടുപോയി അതെല്ലാം ഒന്ന് തട്ടിയിട്ട് വീണ്ടും ഇതാ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഇളകി വരും കേട്ടോ. ഫുള്ള് കരിഞ്ഞ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് ഇളകി വന്നിട്ടുണ്ടാവും, പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്യാനും കഴിയും. അപ്പോൾ ഇതാ രണ്ടാമത്തെ പ്രാവശ്യമായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തിട്ടുമുണ്ട്. ഇതിപ്പം ഏകദേശം രണ്ടാമത്തതും റെഡിയായി വരാനായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാ ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ പ്രാവശ്യവും നല്ല സ്റ്റെയിനിലുള്ള ലിക്വിഡ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ മൊത്തം 4 പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ട് ഈ ഒരു എമൗണ്ടിൽ നമുക്ക് ലിക്വിഡ് കിട്ടിയിട്ടുണ്ട്, അതായത് 1/2 kg. അപ്പോൾ ഞാൻ മുമ്പ് വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നിങ്ങളോട്, ഏകദേശം 1 kgക്ക് നമുക്ക് 45 കോൺസ് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നു. അതിലധികം നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു മിക്സിങ്ങിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 300 ആണ് 1 kgക്ക് വരുന്ന റേറ്റ്. അപ്പം ആ ഒരു 300 ഇതാക്കിയിട്ട് നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു 50 കോൺസ് വരെ നിങ്ങൾക്ക് റെഡിയാക്കിയിട്ട് എടുക്കാനും പറ്റും. അതിൽ നിന്ന് നല്ലൊരു ലാഭം നിങ്ങൾക്ക് നേടാനും വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ചായിട്ട് മൈദ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഒരുപാട് എമൗണ്ടിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ കുറച്ചായതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൽ എക്സ്ട്രാ വേണ്ടതൊക്കെ പുറത്തുനിന്ന് റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു പ്രോസസ്സ് മാത്രമേ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ. അപ്പം ഞാൻ നല്ലപോലെ ഇത് ബീറ്റ് ചെയ്തിട്ട് നല്ല നീറ്റായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ കൈക്ക് വരുന്ന സ്റ്റെയിൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റെയിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് ഞാൻ നെയിലിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഡേ 1 ഡേ 2 ഉള്ള റിസൾട്ട് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം.
ഇതാണ് പ്രീ കോൺസ് കേട്ടോ. ഞാനിങ്ങനെ റെഡിയാക്കിയിട്ട് വെക്കലുണ്ട്. ഇതും റീസെല്ലിങ്ങിന് വേണ്ടിക്ക് ഞാൻ റെഡിയാക്കി വെക്കുന്നത് കേട്ടോ. പുതുതായിട്ട് തുടങ്ങുന്ന ആൾക്കാർ അല്ലെങ്കിൽ കോണ് റോൾ ചെയ്തിട്ട് ശരിയാവാത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ ഈ ഒരു പ്രൊഡക്റ്റും വാങ്ങാറുണ്ട്. അപ്പോൾ ഞാനിത് ഓൾറെഡി റെഡിയാക്കിയിട്ട് വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് പൈപ്പിംഗ് ബാഗ് വെച്ചതിന് ശേഷം ഇതാ ഈ ഒരു പേസ്റ്റ് അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പേസ്റ്റിൻ്റെ തിക്നെസ് ഒന്ന് നെയിലിൽ നിൽക്കാൻ പാകത്തിലേക്ക് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. നന്ന ലൂസും ആകാൻ പാടില്ല, എന്നാൽ നന്ന ടൈറ്റും ആകാൻ വേണ്ടിക്ക് പാടില്ല. ഏകദേശം നമ്മൾ നെയിലിൽ നിൽക്കും എന്നുള്ള രീതിയിലേക്ക് ആകുന്ന സമയത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് മൈദ ആഡ് ചെയ്യാനും വേണ്ടിക്ക് പാടില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ എന്താ പറയുക പേസ്റ്റെല്ലാം ഞാൻ നമ്മൾ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതാ ഇത്രയും എമൗണ്ടിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ കോൺ റെഡിയാക്കിയിട്ട് എടുത്ത സമയത്ത് 25 കോൺസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിനി ഈ ഒരു മിക്സിങ്ങിൽ തന്നെ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് 1 kg ഒക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു 50 കോൺസ് തന്നെ ഞാൻ പറഞ്ഞ മെത്തേഡിൽ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡിയാക്കിയിട്ട് എടുക്കാനും വേണ്ടിക്ക് പറ്റൂട്ടാ. ഇനിയിപ്പോൾ ഇതാ എല്ലാതും 10 ഗ്രാമിൽ ഫില്ല് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. 1 by 1 ആയിട്ട് ഇങ്ങനെ ചെയ്തിട്ട് എടുക്കലാണ്. പാക്കിംഗ് പ്രോസസ്സാണ് എപ്പോഴും എന്താ പറയുക ഹെന്നൻ്റെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ട് വരുന്ന പോർഷന്. അപ്പം എന്താ പറയുക ഫസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും. അത് ഏതൊരു കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പിന്നെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് തോന്നുകയും ചെയ്യും കേട്ടോ. എന്തായാലും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലെപ്പോൾ വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പണിയെടുക്കാണ്ട് ആർക്കും പൈസ കിട്ടിയിട്ടായിട്ടുള്ള ഒരു ഇതുമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ പണിയെടുത്താലേ നമുക്ക് പൈസ കിട്ടും. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള മെനക്കെടുണ്ട്. എന്നാലും നമുക്ക് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതിന് ആ ഒരു എമൗണ്ട് കിട്ടുമ്പം സാറ്റിസ്ഫാക്ഷൻ എന്തായാലും ഉണ്ടാവും കേട്ടോ. അങ്ങനെയുള്ളൊരു ബിസിനസ്സാണ് ഇത്. അപ്പോൾ ഇവിടെ ഞാനിതാ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പാക്കിംഗ് ആണ്. ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് ഓരോന്നായിട്ട് ഞാൻ സീൽ ചെയ്തിട്ട് വരുന്നുണ്ട്. നല്ല നീറ്റായിട്ട് സീൽ ചെയ്തിട്ടുള്ള കോണ് കാണാൻ പ്രത്യേക രസമാണ് കേട്ടോ. നല്ല നീറ്റായിട്ട് ക്ഷമയോട് കൂടി ചെയ്തിട്ട് എടുത്തിട്ടുള്ള കോൺസ് കാണാൻ വേണ്ടിക്ക് പ്രത്യേക രസമാണ്. അത് ആൾക്കാർക്ക് പെട്ടെന്ന് അട്രാക്ഷനും ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ നല്ല നീറ്റിൽ തന്നെ സീൽ ചെയ്തിട്ട് എടുക്കാനും വേണ്ടിക്ക് ശ്രമിക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലേക്ക് നമ്മൾ കോൺസെല്ലും റെഡിയാക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം 25 കോൺസും 1 by 1 ആയിട്ട് ഞാൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലേക്ക് കിട്ടിയിട്ടുണ്ട്. കയ്യിലും ഏകദേശം പണിയായിട്ടും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ള കോൺസും കാര്യങ്ങളും എല്ലാതും ഫില്ല് ചെയ്യലും എല്ലാം കഴിയുമ്പോഴത്തേക്ക് ഏകദേശം വൈകുന്നേരം സമയമായിട്ടുണ്ടായിന് കേട്ടോ. അപ്പം ഈ പണിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു ദിവസം കണക്കാണ്. അപ്പോൾ ഇതാ ഏകദേശം വൈകുന്നേരം ആയപ്പോൾ ഫുള്ളായിട്ട് ടയർഡായിട്ടുണ്ടായിനി. ഒന്ന് ഫ്രഷായി കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഒന്ന് ഫ്രഷൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം നല്ലൊരു കോഫി ഇട്ടിട്ടാ ഒരു റീഫ്രഷിന് വേണ്ടിക്ക്. എന്നാൽ മാത്രമേ ഇനിയും പണിയെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പം അതിന് വേണ്ടിക്ക് ഞാൻ നല്ലൊരു കോഫി റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിനി. ഇനിയിപ്പം കോഫി കുടിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള പണിയെന്ന് വെച്ചാൽ അതും അത്യാവശ്യം കുറച്ച് റിസ്ക്കുള്ള പണി തന്നെയാണ്. നമ്മൾ നെക്കിൻ്റെയും ബിറ്റ്സിൻ്റെ ഒക്കെ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ഇത് ഏകദേശം ഒരു 2 to 3 days മുന്നേയുള്ള സംഭവങ്ങളാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നുമുള്ള സമയം കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അതിന് ശേഷം പിന്നെ ഞാൻ നേരെ കയറിയിട്ടുണ്ടായിനി നമ്മളെ നെറ്റിൻ്റെ സെക്ഷനിലേക്കാണ്. ഒരുപാട് ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിനി. അപ്പം ഈ 2 to 3 days കൂടുമ്പോൾ ആണ് ഞാൻ പാക്കിങ്ങിന് ഇരിക്കല്. ഡെയിലി ഇരിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. ഇതിപ്പം ഞാൻ ഏകദേശം വൈകുന്നേരം കയറി പിന്നെ ആ ഒരു മഗ്‌രിബിൻ്റെ സമയമാകുമ്പോൾ ഇറങ്ങി വീണ്ടും ഫുഡൊക്കെ കഴിച്ച് കയറിയിട്ട് നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് ടൈമായിട്ടുണ്ടായിന് കേട്ടോ ഇതെല്ലാം ചെയ്തെടുക്കുന്ന സമയത്ത്. അപ്പം നിങ്ങൾക്ക് എന്താ പറയുക നമുക്ക് ഇഷ്ടമുള്ളതാണ് നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ബുദ്ധിമുട്ട് അറിയില്ല. പക്ഷേ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഈ 2000-3000 പീസസ് എന്നൊക്കെ സെലക്റ്റീവായിട്ട് ചെയ്ത് നെറ്റിൻ്റെ നെക്കൊക്കെ ആണെങ്കിൽ അത് കറക്റ്റ് കട്ട് ചെയ്തിട്ടൊക്കെ വിടേണ്ടതായിട്ടുണ്ട്. അപ്പം അത്രയും ടൈം എടുത്തിട്ടല്ലാണ്ട് പാക്കിംഗ് പ്രോസസ്സൊന്നും തീരൂല കേട്ടോ.
ഒരുപാട് സമയം ഇതിനു വേണ്ടി വരും. അങ്ങനെ ഓരോരാളെ നെയിമും കാര്യങ്ങളും അഡ്രസ്സും ഒക്കെ എഴുതിയെടുത്ത് അവർക്ക് വേണ്ട പീസസൊക്കെ കട്ട് ചെയ്ത് ഈ ഒരു രീതിയിൽ സെറ്റാക്കലാണ് പിന്നെ അടുത്ത പണി ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ വെറൈറ്റീസ് എന്നൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഹേച്ചോ എന്ന് പറയുന്ന കസ്റ്റമേഴ്സും ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള ആൾക്കാർക്കും എന്തായി കഴിഞ്ഞാലും ഒരു ഷീറ്റിൽ നിന്ന് ഓരോരോ പീസായിട്ട് കട്ടാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ പോരെ, എന്തായാലും ഒരു ഷീറ്റിൽ തന്നെ ഏകദേശം ഒരു 100-120ഓളം ഡിസൈൻസ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഓരോരോ കളറായിട്ട് കട്ട് ചെയ്തെടുക്കാമെന്ന് പറയുമ്പോൾ അത്രയും ബുദ്ധിമുട്ടാണ്. അപ്പം ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നതിലും അത്രയും സമയം ആവശ്യമുണ്ട് കേട്ടോ. അപ്പം ഇതാ ഞാൻ മെല്ലെ മെല്ലെ ഓരോന്നായിട്ട് ഓരോരാളുടെ അഡ്രസ്സിലും കാര്യങ്ങളിലും എല്ലാതും സെറ്റാക്കി വെക്കലാണ്. അപ്പോൾ പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാർക്കൊന്നും ഇതെന്താണെന്നൊന്നും മനസ്സിലാകുന്നുണ്ടാവില്ല അല്ലേ. അപ്പം ഞാനിവിടെ നെറ്റിൻ്റെ ബിറ്റ്സും പിന്നെ എന്താ പറയുക നമ്മളെ നെക്കും പിന്നെ കസ്റ്റമൈസ്ഡ് ഡ്രസ്സസും കാര്യങ്ങളെല്ലാം സെയിൽ ചെയ്യലും ആക്കലും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ പുതുതായിട്ട് കാണുന്ന ആർക്കും ഇതൊന്നും ഐഡിയ കിട്ടണമെന്നില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുക. പിന്നെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റും ചെയ്യണേ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലേക്കാണ് എന്താ പറയുക മൊത്തവും വലിച്ച് വാരി പാക്കിങ്ങിൻ്റെ സമയം എന്ന് പറയുമ്പം അത്യാവശ്യം എന്താ പറയുക എല്ലാതും വലിച്ച് വാരി ഇടേണ്ട ഒരവസ്ഥ വരും സെലക്ട് ചെയ്തിട്ട് എടുക്കാനും വേണ്ടിക്ക്. പിന്നെ അതെല്ലാം ഒന്ന് ഒതുക്കി വെക്കലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് പാക്കിംഗ് എല്ലാം അൽഹംദുലില്ലാ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ട് പോയിട്ടുണ്ടായിനി. പിന്നെ അന്നത്തെ ആ ഒരു ദിവസം എന്താ പറയുക എന്നെക്കൊണ്ടാവുന്ന വിധത്തിലുള്ള പ്രൊഡക്റ്റെല്ലാം ഞാൻ പാക്ക് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിനി. അതിന് ശേഷം ഹെന്നൻ്റെ ഒരുപാട് കാര്യങ്ങൾ പാക്ക് ചെയ്യാനുണ്ടായിനി. അതൊന്നും നെയ്റ്റിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നടക്കൂല കേട്ടോ. ഇപ്പം നെയ്റ്റിൻ്റെ ഏകദേശം പ്രോസസ്സ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് 12:30 മണിയാവും ചെയ്തിട്ടുണ്ടായിനി. ഇതാ നെയ്റ്റ് ഹെന്നൻ്റെ എല്ലാം ഞാൻ ആ ഒരു ഷിപ്പിങ്ങിന് ഇറങ്ങുന്ന ആ ഒരു സമയം മുന്നേ ആണ് കേട്ടോ ചെയ്തിട്ട് വെക്കൽ. അപ്പോൾ ഇത്രയാണ് എൻ്റെ അന്നത്തെ ദിവസത്തെ വിശേഷം ഉണ്ടായി. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവരേക്കും ബൈ. അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് ഷിപ്പ് ചെയ്യലാന്ന് കേട്ടോ. ഞാനൊന്ന് ഷിപ്പ് ചെയ്തിട്ട് വരാം.